എൻ്റെ അച്ഛനമ്മമാരെ പോലെ എന്നെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് എന്നെ വന്ന് ഇറക്കി വിടുകയും അതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആഘോഷിക്കുകയും ചെയ്ത ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഞാനും കുറച്ച് മിണ്ടാപ്രാണികളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. കുടുംബ സ്വത്ത് തർക്കം കോടതിയിലെത്തിയപ്പോൾ ഫെയർ വാല്യൂ 7 ഇരട്ടി കുറച്ച് കോടതി രേഖകളിൽ കാണിച്ചത് മൂലം വഴിയാധാരമായത് ഒരു പെൺകുട്ടിയുടെ ജീവിതം. 30 വർഷം ജീവിച്ച വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് ഉത്തരവിന്റെ മറവിൽ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി വീടിന്റെ പുറകുവശത്ത് ചായ്പിലും ബാത്റൂമിലുമായി ജീവിക്കേണ്ടി വന്നത്. ഏകദേശം 45 ലക്ഷം രൂപ വരുന്ന വീടും 10 സെന്റ് സ്ഥലത്തിനും വെറും 6 ലക്ഷം രൂപയാണ് ബന്ധുക്കൾ ലേലം ചെയ്ത് സ്വത്തവകാശം കൈക്കലാക്കിയത്. ഇന്ന് ആ പെൺകുട്ടിയുടെ ജീവിതം ബെന്യാമിന്റെ ആടുജീവിതത്തിന് സമാനമാണ്. കോടതിയിൽ ഈ വസ്തുവിന് 45 ലക്ഷത്തോളം വില ഉണ്ടെന്ന് കാര്യം മറച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ ഷിജിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരില്ലായിരുന്നു. രണ്ടായിരത്തി 12 ഇവിടെ ഒരു സ്വത്ത് തർക്കം ഉണ്ടായതാണ്. ഞങ്ങൾ അച്ഛനും അതുപോലെ ഇവർ 5 മക്കളാണ്. അച്ഛനാണ് മൂത്ത ആള്. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് വാക്കുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ സ്ഥലം, ഈ 10 സെന്റുള്ള സ്ഥലം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു ആദ്യം. അവർക്കാർക്കും ഇത് വേണ്ട, എല്ലാവരും വെൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഞങ്ങൾ അച്ഛനാണ് എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശീനെയും ഒക്കെ നോക്കിയിരുന്നതും എല്ലാം. അപ്പോൾ അങ്ങനെ ഈ സ്ഥലം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. അങ്ങനെ 50ഓളം വർഷമായിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ താമസിക്കുന്നതാണ്. 1976 ആള് താമസം തുടങ്ങിയതാണ് ഇവിടെ. പിന്നെ 2012 ആയപ്പോൾ ഇവര് ഗ്രാൻഡ് ഫാദർ 2004 മരിച്ചു. അപ്പൊ അതിനുശേഷം ഇവർക്ക് ഈ പ്രോപ്പർട്ടി മാത്രം, ഈ 10 സെന്റുള്ള പ്രോപ്പർട്ടി മാത്രം പാർട്ടീഷൻ ചെയ്ത് കിട്ടണം എന്നുള്ളൊരു ആവശ്യം വന്നു. അപ്പോൾ എൻ്റെ അച്ഛന് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്ക് വീടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആള് പറഞ്ഞു ഒരു 10 ലക്ഷം രൂപ തരികയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്, ആള് റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വീട് തരാം, ഒരു വീട് വെച്ച് തരാൻ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ ഒരു 10 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ അവര് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോയി കേസ് കൊടുക്കുകയാണ് ചെയ്തത്. കേസ് കൊടുത്ത് 2015 അതിന്റെ ഫസ്റ്റ് ഡിഗ്രി വിധി വന്നു. അപ്പോൾ അതില് ഈക്വൽ ഷെയർ എന്നുള്ളൊരു ഇതിലാണ്. പിന്നീട് ഞങ്ങൾക്ക് ഈ കേസിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറയാറൊന്നുമില്ല. കേസ് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാ മാസങ്ങളിലും ഇവര് വരും, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ആയിരുന്നു. 2016 എൻ്റെ അമ്മ സുഖമില്ലാണ്ട് പാരലൈസ്ഡ് ആയിട്ട് ദയ ഹോസ്പിറ്റലിൽ ഒരു 4 വർഷത്തോളം ഫ്രീക്വന്റ് ആയിട്ടുള്ള അഡ്മിഷൻസും കാര്യങ്ങളായിരുന്നു. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ്. അപ്പോൾ അവിടെ നിന്ന് ജോബൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ അമ്മയെ നോക്കാൻ വേണ്ടി അങ്ങനെ ജോബൊക്കെ റിസൈൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അധികവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു കമ്മീഷനൊക്കെ വെച്ച് ഈ സ്ഥലം അളക്കാൻ വരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് നമുക്കറിയണ്ടായിരുന്നില്ല. ഇവിടെ അന്നേ സെന്റിന് 2.5 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്ത് പോലും അവര് വെറും 60,000 രൂപ ഇട്ടിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ 10 സെന്റ് സ്ഥലത്തിന് വെറും 6 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കോടതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെയാണ് പിന്നീട് 2022 ഈ വീട് ഓപ്ഷൻ വെക്കുക വരെ ഉണ്ടായി. ഓപ്ഷൻ വെച്ച് കോടതി ഓപ്ഷൻ വെക്കുന്നത് അത് ഈക്വൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റെക്ടാങ്കുലർ ഷേപ്പിൽ കിടക്കുന്ന ഒരു പ്ലോട്ട് ആയതുകൊണ്ടാണെന്നാണ് പറയണത്. 5 മക്കൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അത് കിടക്കുന്നത്. അത് കാരണം കൊണ്ടാണ് അത് ഓപ്ഷന് വെച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പൊ അങ്ങനെ പക്ഷെ നമ്മുടെ അഡ്വക്കേറ്റ് ആണെങ്കിലും ഈ ഓപ്ഷനുള്ള കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ അവര് മാത്രം കോടതിയിൽ ഹാജരാവുകയും ഫെയർ വാല്യൂ തന്നെ 40 ലക്ഷം രൂപയുള്ള ഈ പ്ലോട്ട് വെറും 6 ലക്ഷം രൂപയ്ക്ക് കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെടുക്കുകയാണ് ഉണ്ടായത്. നമ്മളുടെ അഡ്വക്കേറ്റ് നമ്മളുടെ അടുത്ത് പറഞ്ഞില്ല, പിന്നെ ഞങ്ങളത് അറിഞ്ഞില്ല. അതിനുശേഷം എൻ്റെ അച്ഛനും സുഖമില്ലാതായി. ആള് 2024 മരണമടഞ്ഞു. പിന്നീടാണ്
അവര് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് 1 വർഷത്തോളം. അതിനിടയിലാണ് അവര് കോടതിന്ന് പെറ്റീഷൻ കൊടുത്ത് എന്നെ ഇറക്കി വിടണം എന്നുള്ള ഒരു ഓർഡറും കൊണ്ട് പെട്ടെന്നൊരു ദിവസം ഇവിടേക്ക് കയറി വരുന്നതും, എന്നെ 2025 ഏപ്രിൽ 10-ാം തീയതി എന്നെ ഇറക്കി വിടാൻ വന്നു. പക്ഷെ നാട്ടുകാരുടെയൊക്കെ പ്രൊട്ടസ്റ്റും പാർട്ടിക്കാരും അങ്ങനെ ഫുൾ പ്രൊട്ടസ്റ്റ് കാരണം അന്നത് നടന്നില്ല. ഞാനാകെ മാനസികമായിട്ട് വല്ലാണ്ട് തകർന്നു പോയൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 2025 മെയ് 20-ാം തീയതി എന്നെ വന്നവര് ആ മഴയത്ത് വന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ 2025 മെയ് 20-ാം തീയതി എന്നെ ഇറക്കി വിട്ടു. ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാണ്ട് തളർന്നു പോയ ദിവസമായിരുന്നു അന്ന്. എന്നെ സംരക്ഷിക്കേണ്ട എൻ്റെ അച്ഛനമ്മമാരെ പോലെ എന്നെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് എന്നെ വന്ന് ഇറക്കി വിടുകയും അതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആഘോഷിക്കുകയും ചെയ്ത ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. 1 വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഞാനും കുറച്ച് മിണ്ടാപ്രാണികളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അതുങ്ങളും ഒക്കെ അസുഖം ഒക്കെ ബാധിച്ച് അതുങ്ങളും കുറേ എണ്ണം ചത്തു തുടങ്ങി. ഇന്നും ഞാൻ ആ ഒരു ഡിപ്രഷനിൽ നിന്നൊന്നും റിക്കവർ ആയിട്ടില്ല. ചില ദിവസങ്ങൾ രാത്രികളിൽ ഞാൻ ഈ ബാത്റൂമിലൊക്കെ, പുറത്തുള്ള ഈ ബാത്റൂമിലൊക്കെ താമസിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം വാതിലും എല്ലാതും കീറിപ്പൊളിച്ചിട്ടാണ്. അതുപോലെ എൻ്റെ കുറച്ച് മിണ്ടാപ്രാണികളുണ്ട്, പൂച്ചകൾ കുറേ പേരുണ്ട്, അവരെയൊക്കെ കടിച്ചു കൊല്ലുകയും കള്ളന്മാരുടെ ആക്രമണം വരെ ഉണ്ടായിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ്. അവർ വന്ന് ഇവിടെ അന്വേഷിച്ചതാണ്. ഡോറ് പൊളിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അതുപോലെ ഒരുപാട് തെരുവ് നായ്ക്കളുടെ ഭയങ്കര ആക്രമണം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ഭക്ഷണം ഈ വീടിന്റെ പുറത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കിട്ടാറില്ല. ചിലപ്പോൾ അതൊക്കെ തട്ടിമറിച്ചിട്ടിട്ടുണ്ടാവും. എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 1 വർഷം. ഇപ്പോഴും അതിൽ നിന്നൊരു മോചനം എനിക്ക് ഉണ്ടായിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അന്ന് മുതൽ ഞാൻ ഇവിടെയാണ്. എൻ്റെ പാചകവും കാര്യങ്ങളെല്ലാം, എല്ലാ സാധനങ്ങളും ഇപ്പോഴും വീടിന്റെ ഉള്ളിലാണ്. ഒന്നും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. കാരണം ഇവിടെ എനിക്ക് ഇടാനായിട്ടുള്ള സ്ഥലങ്ങളില്ല. ഈ 1-2 സാധനങ്ങൾ മാത്രമാണ്. എനിക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോഴും ഇല്ല. ഒരു ഗ്യാസ് സ്റ്റവും 1-2 പാത്രങ്ങളും ഒക്കെ ഞാൻ കുറച്ചൊക്കെ പുതിയത് മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യത്തിലാണ്. ഭക്ഷണം പാചകം ചെയ്യാൻ മര്യാദയ്ക്ക് എനിക്ക് പറ്റാറില്ല. മര്യാദയ്ക്കുള്ള ഒരു ലൈഫ് ഞാൻ മുമ്പ് ലീഡ് ചെയ്തിരുന്ന ഒരു ലൈഫല്ല എന്നെ ഇന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അത്രയ്ക്കും വികൃതമായി കഴിഞ്ഞ എൻ്റെ രൂപം, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അവസ്ഥയൊക്കെ വളരെയധികം മാറിക്കഴിഞ്ഞപ്പോൾ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് വരെ പോയി ചോദിച്ചാൽ മനസ്സിലാവും. അച്ഛനാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളായിരുന്നു ആദ്യം. പിന്നീട് ആളൊരു 2-3 വർഷമായിട്ട് ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോയി. പെട്ടെന്ന് ആളുടെ അസുഖം എന്താണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഡോക്ടേഴ്സിനൊന്നും സാധിച്ചില്ല. ലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലാണ് ആളെ കാണിച്ചിരുന്നത്. എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് മസിൽസ് ഒക്കെ വീക്കായി, അത്യാവശ്യം തടി ഉണ്ടായിരുന്ന ആള് വെറും ഒരു എല്ലിൻ കഷ്ണം മാത്രം പോലെയായി. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നീടാണ് അത് മയോസൈറ്റിസ് എന്ന് പറഞ്ഞ വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമാണെന്ന് മനസ്സിലായത്. അതിന് ട്രീറ്റ്മെന്റ് ഒന്നും കാര്യമായിട്ടില്ല. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അത്. ഡോക്ടേഴ്സിനൊക്കെ അവർ പറഞ്ഞു ആളെ കിട്ടില്ല എന്നുള്ളൊരവസ്ഥ പറഞ്ഞു. എന്നാലും നമ്മൾ 3 മാസത്തോളം ആള് ഹോസ്പിറ്റലൈസ്ഡ് തന്നെയായിരുന്നു. 2 ഹോസ്പിറ്റലിലും അതുപോലെ അമൃത അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ടെസ്റ്റുകളും നിംഹാൻസിലും പൂനെയിലുള്ള ലാബുകളിലൊക്കെയാണ് ആളുടെ അസുഖം സ്ഥിരീകരിച്ചത് തന്നെ. പക്ഷെ അപ്പോഴത്തേനും ആളെ കൈവിട്ട് പോയിരുന്നത് 5-6 ലക്ഷം രൂപ ചെലവായി. അതിന്റെ കടം തന്നെ എനിക്ക് വീട്ടാൻ ഇപ്പോഴും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത്.